ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എണീറ്റു, പുതപ്പെല്ലാം മടക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് പഠിക്കാനിരിക്കുകയാണ്. ബയോളജി അതുപോലെ തന്നെ ഫിസിക്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ വേഗം അത് പഠിച്ച് തീർത്തിട്ട് നമ്മൾ റെഡിയായി. പെട്ടെന്ന് പല്ലെല്ലാം തേച്ച് ചായം കുടിച്ച് കുളിച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോയിട്ടോ. അതിന് ശേഷം നമ്മൾ സ്കൂളിൽ നിന്നെല്ലാം വന്നിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് നമ്മൾ പിന്നെ എഴുതാൻ വേണ്ടിയിരുന്ന് എഴുതുന്നോടൊപ്പം ടി വി ഉണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എനിക്ക് മടി അറിയും. അതുകൊണ്ട് ഞാൻ എഴുതുന്നൊപ്പം ടി വിയും കൂടെ നോക്കുകയാണ്. അതിന് ശേഷം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിനി. അപ്പോൾ അതും കൂടെ പഠിക്കാൻ വിചാരിച്ചു. അതിന് ശേഷം നമ്മൾ അതും കൂടെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയാണ് ഇപ്പോൾ എഴുതുന്നത്. കെമിസ്ട്രി എഴുതിയിട്ട് അത് പഠിക്കണം. അപ്പം ഇങ്ങനെ ഉണ്ടായ നാത്തിന് ഞാൻ ആ നെയിൽ പോളിഷ് റിമൂവ് ആക്കിയിട്ടാകുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ഞാൻ വെച്ചിട്ടാകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയണം. അപ്പോൾ എൻ്റെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 7 മണി ടു 8 മണി, അല്ലെങ്കിൽ 6 മണി ടു 7 മണി അങ്ങനെയാണ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ബിഗ് ബോസ് ജസ്റ്റ് ഒന്ന് കാണാറുണ്ട്. കാരണം ഇഷ്ടമാണ് ബിഗ് ബോസ്. അപ്പം ചില ദിവസങ്ങളിൽ എപ്പിസോഡ് ബോറാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നോക്കില്ല. പക്ഷെ നല്ല രസമുള്ള എപ്പിസോഡാണെങ്കിൽ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് നോക്കാതെ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 121 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ മിനി വ്ളോഗ് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതൊരു ഫണ്ണായിട്ട് എടുക്കുക. കാരണം ഞാനത് സീരിയസ്ലി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയെല്ലാം എടുക്കാനായിരുന്നു. പക്ഷേ എനിക്ക് മറന്നുപോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് എഴുതാനുള്ളത് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ എഴുതിയിട്ട് പോകുന്നുണ്ട്. എഴുതാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം എഴുതിയിട്ട് വായിക്കൽ അങ്ങനെയല്ല. ആദ്യം വായിക്കും, അതിന് ശേഷമായിരിക്കും ഞാൻ എഴുതൽ. പക്ഷേ ഇന്ന് ഞാൻ എന്താക്കി, ആദ്യം എഴുതിയിട്ട് പിന്നെ വായിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് മടിയാവുമ്പോൾ എഴുതുന്നതിലൊക്കെ കുഴപ്പമില്ല. പക്ഷെ എഴുതിയിട്ട് വായിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഗൈസ്, അതിന് ശേഷം ഞാൻ എഴുതി വായിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.